നമുക്ക് പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് നിലപാട് തറയിൽ നമ്മളോടൊപ്പം സംവദിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ശ്രീ കെ സുരേന്ദ്രനിലേക്ക് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ചൂടുപിടിച്ച പ്രചാരണത്തിൽ നിന്നാണ് ശരിക്കും ഹോർത്തൂസിലേക്ക് വരുന്നത്. വേറിട്ട കാഴ്ചകളാണ്, രാഷ്ട്രീയമാണ് വിഷയമെങ്കിൽ പോലും. എന്താണ് ഹോർത്തൂസിനെ പറ്റി ഒരു ആശ്വാസമാണ്, ഒരു റിലീഫ് തോന്നുന്നുണ്ടോ? തീർച്ചയായും എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലെയും പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന സംവാദങ്ങൾ, ചർച്ചകൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. പത്രത്തിലൂടെ, അത്യാവശ്യം യൂട്യൂബിലൂടെ എല്ലാം കാണുന്നുണ്ട്. വളരെ കേരളത്തിന് ഇതൊരു പുതുമയുള്ള കാര്യമല്ല, എങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ട്. താങ്ക് യു. സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവ് ശരിക്കും BJPയുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ്. എന്നാൽ ആ ഒരു പരിഗണന, അതായത് ചില വിമർശനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ അങ്ങനെ ഒരു പരിഗണന പലപ്പോഴും ലഭിച്ചിട്ടുള്ളതായിട്ട് തോന്നാറില്ല. ഒരുപാട് ട്രോളുകളും ആക്ഷേപങ്ങളും ഒക്കെ പലപ്പോഴും നേരിടാറുണ്ട്. പക്ഷേ അതിനെ ഒരു തികഞ്ഞ സമചിത്തതയോടുകൂടിയാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് അങ്ങ് പ്രക്ഷുബ്ധനാവുന്ന, അത് ഇപ്പം നമ്മളോടൊപ്പം പത്രക്കാരോടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില തിരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയുള്ള ഒരു ആക്രമണങ്ങളോട് എങ്ങനെയാണ് ഈ ഒരു സമചിത്തതയോടെ നേരിടാൻ പറ്റുന്നത്? അതല്ല, പരിഗണന എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഒരാൾക്കേ നിരാശ ഉണ്ടാവുള്ളൂ. പരിഗണന ഒന്നും ആഗ്രഹിക്കാതെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് അത്ര നിരാശയുടെ ആവശ്യമില്ല. പിന്നെ സാധാരണ നമ്മൾ പറയാറുണ്ട്, എന്താ പറയുക, മാങ്ങയുള്ള മാവിനെ ആൾക്കാർ എറിയുള്ളൂ, മാങ്ങ ഇല്ലാത്ത മാവിനെ ആരും എറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു പക്ഷമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നമ്മൾ. അപ്പോൾ എന്താണ് പാർട്ടിയുടെ ഒരു പ്രതീക്ഷ? അങ്ങേക്ക് എനിക്ക് മനസ്സിലാവുന്നത് കോഴിക്കോട് നഗരസഭയുടെ ചുമതല, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുമതലയാണെന്നാണ് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം? എന്താണ് പ്രതീക്ഷകൾ? BJPക്കും NDAക്കും നല്ല മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത്. കാരണം 2020 നിന്ന് 2025 എല്ലാ മേഖലകളിലും പാർട്ടി വളരെ ശക്തമായി വളർന്നിട്ടുണ്ട്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു 20% വോട്ട് ഷെയർ എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ പക്ഷത്ത് അല്ലെങ്കിൽ പാർട്ടിയോട് ആഭിമുഖ്യമില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ BJPയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സമയമാണിത്. മാത്രമല്ല, മോദി സർക്കാരിനെ കുറിച്ച് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകളും മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ മോദി സർക്കാർ വന്നാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നുള്ളൊരു വലിയ പ്രചാരണം നടന്ന ഒരു സ്റ്റേറ്റാണിത്. അതിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച, വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലുള്ളപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം ശക്തമായിട്ടുണ്ട്. അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കാര്യമായിട്ട് പ്രതിഫലിക്കും. മാത്രമല്ല, ലോക്കൽ ബോഡിയിൽ ഒരു പ്രധാന പ്രാധാന്യം ലോക്സഭയെക്കാളും നിയമസഭയെക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഇലക്ഷനാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഇലക്ഷനാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 10 വർഷം കേരളത്തിന് മോദി സർക്കാർ നൽകിയ പല കാര്യങ്ങളും ഫലപ്രദമായി ഇവിടെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ള പരാതി ജനങ്ങൾക്ക് നന്നായിട്ടുണ്ട്. പല പദ്ധതികളും ഇപ്പോൾ കേന്ദ്രം നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം ഇവിടെ സക്സസ് ആണ്. പക്ഷേ സംസ്ഥാനവുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും ഇവിടെ അവതാളത്തിലാണ്. അതെല്ലാം വോട്ടർമാരെ സ്വാധീനിക്കും. അത് ഈ തിരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രാധാന്യം കിട്ടും. മാത്രമല്ല, LDFനും UDFനും വലിയ പ്രതിസന്ധി ഉണ്ട്. NDAക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിണറായി വിജയൻ സർക്കാരിന് ഈ ശബരിമലയും അതുപോലെ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പെട്ട് വളരെ എന്താ പറയുക, ഏറ്റവും മോശം ഒരു പ്രതിച്ഛായയാണുള്ളത്. ഈ UDFനും വലിയ മെച്ചപ്പെട്ട പ്രതിച്ഛായൊന്നുമില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ആളുകൾ പ്രോമിസിംഗ് ആയിട്ട് കാണുന്നത് NDA. ഈ മോദി സർക്കാരിൻ്റെ വികസന നയങ്ങളെ പറ്റിയിട്ടാണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ അതിനോട് ചേർത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പലപ്പോഴും കാണുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അത് കേന്ദ്രം നടപ്പാക്കുന്നത് വിജയിക്കുന്നുണ്ട് എന്ന് അങ്ങ് പറയുന്നു. എന്നിരുന്നാൽ പോലും കേരളത്തിലെ താഴെത്തട്ടിലുള്ള സാധാരണ ജനങ്ങളിലേക്ക് അത്തരം പദ്ധതികൾ കൂടുതലായി എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിൽ ഇപ്പോഴും പാർട്ടിക്കൊരു പിന്നാക്കം നിൽക്കുന്ന ഒരു അവസ്ഥ ഇല്ലേ എന്നൊരു അല്ല, അതിൻ്റെ റീസൺ നമ്മൾ കാണേണ്ട, പദ്ധതികൾ പരാജയപ്പെടുന്നതും പദ്ധതികൾ ജനങ്ങളിൽ എത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പദ്ധതികൾ പരാജയപ്പെടുന്നത് ഞാൻ പറയും, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ജൽജീവൻ മിഷൻ. കാരണം ആൾക്ക് ഏറ്റവും കുടിവെള്ളം ഒരു പ്രധാന പ്രശ്നമാണ്. അല്ല എന്ത് പറഞ്ഞാലും ആ പദ്ധതി സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുമിച്ചാണ് നടപ്പാക്കുന്നത്. ഇതുവരെ കേരളത്തിൽ 7600 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തു.
അതായത് 50% സ്റ്റേറ്റ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ 7,600 കോടി അവരും മാറ്റി വെക്കണം. അവരുടെ കയ്യിൽ നിന്നായ പൈസ ഇല്ല. അതുകൊണ്ടാണ് ആ പദ്ധതി പരാജയപ്പെട്ടത്. 29 ലക്ഷം വീടുകളിൽ ഇപ്പോൾ കുടിവെള്ളം എത്തി. ആ പദ്ധതി ഒരു 60 ലക്ഷം വീടുകളിൽ എത്തേണ്ട സമയം കഴിഞ്ഞു. ഇവരെ ഈ കാശില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് ആർക്കും ആർഗ്യുമെൻ്റ് ഉണ്ടാവില്ല. ജൽജീവൻ മിഷൻ കരാറുകാർ സമരത്തിലാണ്, ഇവർ കാശ് കൊടുത്തിട്ടില്ല. ഒരു ഉദാഹരണം. മറ്റൊന്ന് ആരോഗ്യം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നം. ഇപ്പോൾ ഈ PM ആയുഷ്മാൻ യോജന, അത് കേരളത്തിൽ 88 ലക്ഷം കാർഡേ ഉള്ളൂ. പണക്കാർക്ക് ഇതൊന്നും വിഷയമല്ല, പാവപ്പെട്ടവന് ഇത് പ്രധാന വിഷയമാണ്. 5 ലക്ഷം രൂപ വരെ ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടുന്ന ഒരു കാർഡാണ് ആയുഷ്മാൻ കാർഡ്. അത് എല്ലാവർക്കും ഇല്ല. അതിന് കാരണം സെൻട്രൽ ഗവൺമെൻറ് അല്ല, ഈ ഇവിടുത്തെ ദാരിദ്ര്യരേഖ താഴെയുള്ള കാർഡുള്ളവർക്കേ അതുള്ളൂ. അതിന് പകരമാണ് അതിന് പ്രഷർ വന്നപ്പോഴാണ് ഒരു സപ്ലിമെൻ്ററി പ്രോജക്റ്റായിട്ട് PM വയോവന്ദൻ യോജന കൊണ്ടുവന്നത്. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ദാരിദ്ര്യരേഖ താഴെയോ മുകളിലോ എന്നുള്ള പ്രശ്നമല്ല, 10 ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം കിട്ടും. ഇവരൊപ്പുവെച്ചിട്ടില്ല. നോക്കൂ, അതിപ്പോൾ രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, മോദിക്ക് വരെ എന്ത് പ്രചരണം നടത്തിക്കോട്ടെ, പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല. UDF LDF അത് ചർച്ച ചെയ്യുന്നേ ഇല്ല. അറ്റ്ലീസ്റ്റ് UDF ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇതുപോലത്തെ കുറേ പദ്ധതികളുണ്ട്. ഇപ്പോൾ ഗ്രാമീൺ സടക്ക് യോജന, അത് നാഷണൽ ഹൈവേ എത്ര വികസിച്ചാലും നമ്മളൊക്കെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് റോഡ് നല്ലത് വേണമെങ്കിൽ ഗ്രാമീൺ സടക്ക് യോജന അതിവിടെ നന്നായി നടന്നിട്ടുണ്ട്, ആർക്കും കംപ്ലൈൻ്റ് ഇല്ല. 2600 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് എന്തൊക്കെ നടത്തുന്നുണ്ടോ അതെല്ലാം പരാജയമാണ് കേരളത്തിൽ. അതാണ് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അത് കുടിവെള്ളം, ഭവന നിർമ്മാണം, അടിസ്ഥാന പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ കൊച്ചി അർബൻ പോപ്പുലേഷൻ നോക്കിയാൽ നല്ലോണം പൈസ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി കൊച്ചിയിലും തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്. 700-800 crore അത് ഇതിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ എന്തായി? ഒരു കാര്യം നടന്നിട്ടില്ല. ഇപ്പോൾ ട്രിവാൻഡ്രം ഏറ്റവും കൂടുതൽ പണം കിട്ടിയ സ്ഥലമാണ്. അവിടെ ഒരു വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പോലും പരിഹരിച്ചില്ല. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപാകതയാണ്, കേന്ദ്ര സർക്കാർ സഹായിക്കാത്തത് കൊണ്ടല്ല. ഇപ്പോൾ ഈ കൊച്ചിയിൽ ഇത്ര വലിയ ഇഷ്യൂ ആയിരുന്നല്ലോ മാലിന്യ നിർമ്മാർജ്ജനം. ആ പ്രോജക്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ പണം ആര് കൊടുത്താണ്? സെൻട്രൽ ഗവൺമെൻറ് കൊടുത്താണ്. ഇതൊന്നും ചർച്ചയാവുന്നേ ഇല്ല കേരളത്തിൽ. ഞങ്ങൾ പരാജയപ്പെട്ടോ അത് ചർച്ചയാക്കുന്നതിൽ ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് ഇവിടെ അതിവേഗം ചർച്ച ചെയ്യപ്പെടുന്നത്. വികസന പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതൊരു കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങ് പറഞ്ഞു NDAക്ക് ശരിക്കും തിരഞ്ഞെടുപ്പ് വേദിയിൽ പ്രശ്നങ്ങളില്ല, മറ്റ് രണ്ട് പാർട്ടികളും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ BJPയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു നഗരസഭയാണ് സത്യത്തിൽ പാലക്കാട്. അപ്പോൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയ അസ്വാരസ്യങ്ങളുടെ ഒരു കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലേ, ഒരൊറ്റ റിബൽ കാൻഡിഡേറ്റ് ഞങ്ങൾക്കില്ല പാലക്കാട്. 10 വർഷം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പണ്ടൊക്കെ സ്ഥാനാർത്ഥി ആളെ കിട്ടില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഓരോ സീറ്റിലേക്ക് 5-6 സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും UDFലും LDFലും ഉള്ളതുപോലെ സ്ഥാനാർത്ഥി ബാഹുല്യമുണ്ട്. പണ്ട് BJPക്ക് ചാക്കിട്ട് ഓടിച്ചായിട്ട് പിടിക്കേണ്ട സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഞങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ലോണം സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ ഒരു റിബൽ കാൻഡിഡേറ്റ് പോലും ഇല്ല, അസ്വാരസ്യമില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ തർക്കങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു തരത്തിലുള്ള അസ്വസ്ഥവും ഇപ്പോൾ ഇല്ല. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾക്കും ഇരിക്കട്ടെ എന്നുള്ള ഒരു സമീപനമാണ് മീഡിയയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഈ വാർത്തകൾ വരുന്നത്. അത് ചോദിക്കാനുള്ള കാരണം അങ്ങേക്കറിയാം, പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് പ്രമീള ശശിധരനെ പോലുള്ള ആൾക്കാരെ, മറ്റേ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകളോടൊപ്പം വേദി പങ്കിടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുന്നു. അപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഗുണം ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന്. അവരൊക്കെ 10-15 കൊല്ലം കൗൺസിലർമാരായിരുന്നവരാ. ഈ പ്രശ്നം മീഡിയയുടെ എന്താണ്? ഞങ്ങളൊരു യങ് ജനറേഷന് ടിക്കറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയും മുതിർന്നവരെ അവഗണിച്ചു എന്ന്. 15-20 കൊല്ലമൊക്കെ അല്ലാതെ ഇപ്പോൾ N. ശിവരാജൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവുണ്ട്, അറിയാലോ. അദ്ദേഹം 40 വർഷം കൗൺസിലറായിരുന്ന ആളാണ്. അദ്ദേഹത്തെ ഇത്തവണ മാറ്റണ്ടേ? നിങ്ങൾ തന്നെ പറയുന്നു പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം. 40 വർഷം കൗൺസിലറായിരുന്ന ഒരാളെ ഞങ്ങൾ മാറ്റിയിട്ട് പുതിയൊരു ചെറുപ്പക്കാരന് കൊടുത്തു. അപ്പോൾ 1-2 പേര് അങ്ങനെ മാറ്റി. അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് സമീപിക്കുകയാണ് വേണ്ടത്. BJPക്ക് അത് സാധിക്കും. CPMലും കോൺഗ്രസ്സിലും സാധിക്കില്ലെങ്കിലും ഞങ്ങൾക്കതിന് സാധിക്കും. കോൺഗ്രസ്സിലൊരു MLA ജയിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കുന്നവരെ അയാൾക്ക് ആ സീറ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ 2-3 കാലം കഴിയുമ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് മാറ്റുന്നുണ്ട്, പക്ഷേ ലോക്കൽ ബോഡിയിലൊന്നും അവർ മാറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അഗ്രസീവായ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു താങ്കൾ. അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങ് പക്ഷേ രാഷ്ട്രീയം പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് രാഷ്ട്രീയം പറഞ്ഞു തന്നെ
വിവിധ വിഷയങ്ങളെ സമീപിച്ച ഒരാളാണ്. എന്നാൽ നിലവിലെ പ്രസിഡന്റ് രാഷ്ട്രീയം അധികം പറയാതെ വികസനം മാത്രം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ അങ്ങ് തന്നെ അല്പം മുമ്പ് വികസനത്തെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു ഏത് രീതിയിൽ നോക്കിയാലും രാഷ്ട്രീയം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു വലിയൊരു സമൂഹമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ അങ്ങനെ ഒരു മാറ്റം? അല്ല, ഞങ്ങളൊക്കെ പറയുന്നില്ലേ, ഒരാളല്ലല്ലോ, പാർട്ടി അധ്യക്ഷൻ ഒരു വ്യൂ പോയിൻ്റ് വെച്ചു, ഒരു വികസിത കേരളം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വികസിത കേരളം എന്ന് പറഞ്ഞാൽ അത് ഒരു ക്യാൻവാസിലിരുന്ന് നമ്മൾ വായിക്കേണ്ടതല്ല. വികസിത കേരളം എന്ന് പറയുമ്പോൾ ഒരു വികസിത കൊച്ചി ഉണ്ടാവും, വികസിത തിരുവനന്തപുരം ഉണ്ടാവും. ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതാത് സ്ഥലത്തെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 45-50 കൊല്ലമായിട്ട് നമ്മൾ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പറയുന്നത് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? 25 കൊല്ലം മുമ്പ് TP ശ്രീനിവാസൻ സാറ് പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ഒരു ഓഫ് ക്യാമ്പസ് ഇവിടെ വരണം. അയാളെ അടിച്ച് നിലത്തിട്ടു SFIക്കാരും DYFIക്കാരും. 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് എന്ത്, ഇനി ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് വേണമെന്നുള്ളത്. നമ്മൾ കമ്പ്യൂട്ടറിനെ എതിർത്തു. കൊച്ചി ഹൈദരാബാദിനെ കടത്തി വെട്ടുമായിരുന്നു BJP ആണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ. കൊച്ചിയും തിരുവനന്തപുരവും അവരൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ബാംഗ്ലൂരൊക്കെ IT അത്രയും മുമ്പോട്ട് പോയിരുന്ന സ്ഥലമാണ്. എന്താ ഈ അവസ്ഥ? നമ്മൾ കമ്പ്യൂട്ടറിനെ എതിർത്തു, ഡിജിറ്റലൈസേഷനെ എതിർത്തു, നമ്മൾ GST എതിർത്തു, നമ്മൾ ട്രാക്ടർ തടഞ്ഞു, നമ്മൾ കൊയ്ത്ത് യന്ത്രം തടഞ്ഞു, നമ്മൾ മെതിയന്ത്രം തടഞ്ഞു. നമ്മളെല്ലാ പുരോഗമനപരമായ നിലപാട്. ഇപ്പോൾ PM ശ്രീ ആ മാഹിയിലൊരു പ്രധാന അധ്യാപകൻ പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ? ഉസ്മാൻ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ, ഞങ്ങളെ പാർട്ടിക്കാരനൊന്നുമല്ല, മാഹിയ CPM വരണ. അയാൾ പറയാം ഞങ്ങളെ സ്കൂളിൽ വലിയ കഷ്ടപ്പാടായിരുന്നു, ഉച്ചക്കഞ്ഞിക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, ഒരു സ്മാർട്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, ഒരു റിക്രിയേഷൻ ഹാൾ ഉണ്ടായിരുന്നില്ല, ഒരു ബാസ്ക്കറ്റ് ബോളിന് നെറ്റ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രധാന അധ്യാപകനും വിറക് വാങ്ങാനും അരി വാങ്ങാനും ലോൺ എടുക്കാൻ പോവുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു വർഷം റിക്കറിങ് എക്സ്പെൻഡിച്ചർ 1 കോടി രൂപയാണ് കിട്ടിയത്. അവിടെ ഒരു കരിക്കുലത്തിലും മാറ്റം വരുത്തിയിട്ടില്ല, ഒരു വർഗീയതയും പഠിപ്പിച്ചിട്ടില്ല, ഒരു ഗോമൂത്രവും കുടിപ്പിച്ചിട്ടില്ല. ഇവിടെ ഈ SDPIക്കാരും മറ്റേ ജമാഅത്തെ ഇസ്ലാമിക്കാരും പറയുന്നത് കേട്ടിട്ട് ബിനോയ് വിശ്വത്തെ പോലുള്ള പിന്തിരിപ്പന്മാരുടെ തലയിൽ മുണ്ടിട്ട് അവിടെ പോയി ഒപ്പിട്ടു ഈ വിദ്യാഭ്യാസ മന്ത്രി. എന്നാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? കാരണം ഇതൊക്കെ കുട്ടികൾക്ക് നല്ലതാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെ? അവിടെയൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു. നമ്മൾ മഹാരാജാസ് കോളേജിൽ പോലും കുട്ടികൾ പഠിക്കാൻ വരുന്നില്ല. സത്യം അതാണ്. റെഗുലർ കോളേജിൽ പോലും, നല്ല പ്രസ്റ്റീജിയസ് കോളേജിൽ പോലും കുട്ടികൾ പഠിക്കാൻ വരുന്നില്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥയാണിത്. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല പോഷകാഹാരങ്ങൾ, നല്ല വിനോദ സൗകര്യങ്ങൾ, നല്ല കായിക സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് മിനിമം 700 സ്കൂളിന് കിട്ടുമായിരുന്നത് ഈ രാഷ്ട്രീയം കാരണം ഇവർ തകർത്തില്ലേ? ഇതാണ് രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി മറ്റെല്ലാ സംസ്ഥാനങ്ങളും വികസനത്തിൻ്റെ കാര്യത്തിൽ, പുരോഗതിയുടെ കാര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിപ്പോഴും പഴയ മുദ്രാവാക്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നാഷണൽ ഹൈവേ ഇത്രയും വികസിച്ചു, എക്സെപ്റ്റ് BJP, ഇവിടെ ഇരിക്കുന്ന എല്ലാ പാർട്ടികളും 30 മീറ്റർ മതി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തവരാ കേരളത്തിലുള്ളവർ. ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നില്ലേ? ഇത് ഞാൻ പറയുന്നത് കേരളത്തിലുള്ള ബാക്കി എല്ലാ പാർട്ടികളും നാഷണൽ ഹൈവേ 30 മീറ്റർ മതി എന്ന് എഴുതി കൊടുത്ത ആൾക്കാരാണ്. ഇപ്പോഴത്തെ VD സതീശൻ്റെ പാർട്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പാർട്ടിയും എല്ലാവരും. ഞങ്ങൾ മാത്രം പറഞ്ഞു 45 മീറ്റർ വേണം. വികസനത്തിന് വരുമ്പോൾ അതിനെ നേരിടാനുള്ള ബാക്കി കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു? ഇവരെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ നമ്മൾ കാണാം, നിങ്ങൾ മാധ്യമങ്ങൾ പോലും അവഗണിക്കുകയാണ്. ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയാൽ കേരളം എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കേരളത്തിന് എന്താണ് അവർ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ലോക്കൽ ബോഡി ഇലക്ഷനാണല്ലോ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ലോക്കൽ ബോഡിക്ക് നീക്കി വയ്ക്കുന്ന ഫണ്ടിൻ്റെ വിഹിതം കുറച്ച് ഇപ്പോൾ ഒന്നുമില്ലാതായിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ലീഗുകാരോടോ കോൺഗ്രസ്സുകാരോട് നിങ്ങൾ ചോദിക്കും, ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതിഭീകരമായ തകർച്ച നോക്കൂ. നാഷണൽ ലെവൽ 8.2 ആയി GDP. പണപ്പെരുപ്പ നിരക്ക് 0.02 ആയി. ഇവിടെ 8.6 ആണ് പണപ്പെരുപ്പം. വിലക്കയറ്റം ഇത്രയും ഭീകരം. ഞാൻ ഇവിടെ ഒരു രാജ്യം അതിവേഗം മുമ്പോട്ട് പോവുകയാണ്, നമ്മൾ മാത്രം മുടന്തുകയാണ്. അപ്പോൾ വികസിത കേരളം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ എന്താ തെറ്റ്? ഈ പ്രത്യയശാസ്ത്ര ദാർഢ്യവും പഴഞ്ചൻ മുദ്രാവാക്യങ്ങളും, ഈ കമ്മ്യൂണിസമൊക്കെ ഇനി ഏത് കുട്ടികൾ ഏത് തലമുറ വിശ്വസിക്കാനാണ്? എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? കമ്പ്യൂട്ടറിനെ എതിർക്കുക, അഡ്വാൻസ്ഡ് സൗകര്യങ്ങളെ എതിർക്കുക, ഇന്നോവേഷൻസിനെതിരായിട്ട് കള്ള പ്രചരണം നടത്തുന്നവർ ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു അധികാരത്തിൻ്റെ മുഷ്കിലിരിക്കുന്നതാണ്. യങ് ജനറേഷൻ ആരും ഇത് അംഗീകരിക്കില്ല, ഒരു കുട്ടിയും അംഗീകരിക്കില്ല.
ഈ ലെനിൻ്റെയും മാർസിൻ്റെയൊക്കെ വെഡിത്തങ്ങൾ കേൾക്കാനിരിക്കുന്നതാണ് പുതിയ തലമുറ. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാണ്. അത് ഞങ്ങൾ ശക്തമായിട്ട് പറയുന്നു. ഞങ്ങളെ വർഗീയം എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടി തോപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. അതിൽ കാര്യമല്ല, ആളുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഇപ്പം ഞങ്ങളെ വർഗീയം പറഞ്ഞത് ഇപ്പോൾ ഹാജിമാരോട് ചോദിച്ചു നോക്കും, മോദി എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. ഈ ഹജ്ജ് തീർത്ഥാടനം എന്ന് പറഞ്ഞ ഒരു ഭൂലോക വെള്ളാനയായിരുന്നു മോദി വരുന്നത് വരെ. മലപ്പുറത്ത് ചെന്നിട്ട് ഒരു ഹാജിയാരോട് നിങ്ങൾ ചോദിക്കണം, ഏറ്റവും വലിയ വെള്ളാനയായിരുന്നു ഈ അഹമ്മദ് സാഹിബ് അടക്കം ഇരിക്കുമ്പോൾ. തട്ടിപ്പും ടിക്കറ്റിങ്ങിലെയും അതുപോലെ അവിടുത്തെ യാത്രയുടെയും അക്കോമഡേഷൻ്റെയും തിരികെ കയറ്റലും കഴിഞ്ഞ 12 വർഷമായിട്ട് ഇത്രയും ട്രാൻസ്പെറൻ്റായിട്ട് ഹജ്ജ് നടന്നിട്ട് ഒരു കാലം ഉണ്ടായിട്ടില്ല. സ്ത്രീകൾ ഒറ്റയ്ക്ക് ഹജ്ജിൽ പോകുന്നു, പുരുഷന്മാരുടെ സഹായമില്ലാതെ, ആയിരക്കണക്കിന് ആളുകൾ. ഇതെല്ലാം മോദി സർക്കാർ ചെയ്തതാണ്. ആ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ന്യൂനപക്ഷങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഇവിടെ കുറച്ചു കാലം പറയാൻ നല്ലത്. ഏത് ന്യൂനപക്ഷത്തിന് എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പം വഖഫ് നിയമത്തിൻ്റെയാണ് അവർ പറഞ്ഞത്. വഖഫ് എന്ന് പറഞ്ഞാൽ ഭൂലോക സാമ്പത്തിക അഴിമതിയായിരുന്നു. അത് മുസ്ലിം സമുദായത്തിനാണ് അതിൻ്റെ ഗുണം. വഖഫ് ഭൂമി ചില ആളുകൾ ഇഷ്ടം പോലെ വഖഫ് തട്ടിയെടുക്കുകയായിരുന്നു ഇന്ത്യയിൽ. ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്കാമാണ് വഖഫിൽ നടന്നുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ. ഇനി നിങ്ങൾ നോക്കിക്കോ, 1 രൂപയുടെ വെട്ടിപ്പ് നടത്താൻ സാധിക്കില്ല. ഇതാണ് അടിസ്ഥാനപരമായി കാണേണ്ടത്. ഇപ്പോൾ SIRനെതിരെ ഇവരെന്ത് വിഡ്ഢിത്തമാണ് ഇവിടെ പറഞ്ഞത്. SIR നടപ്പാക്കിയാൽ ഇവിടുത്തെ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയില്ലേ? 15% ഒഴിച്ച് ബാക്കി എല്ലാവരും SIRലായി. ഒരൊറ്റ ഒരാളുടെ വോട്ട് പോവില്ല. നോക്കൂ, കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ്? ഈ 2 മുന്നണികളും കൂടി നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയാൽ SIR എന്തോ ഭയങ്കര ഭീകരമായ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട്. SIRൽ എന്താണ് സംഭവിക്കുന്നത്? ഏത് മുസൽമാൻ്റെ ഏത് ക്രൈസ്തവൻ്റെ വോട്ടവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്? ഒരാളുടെ പൗരൻ്റെയും വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നില്ല. ഇത്രയും നീചമായ പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. ദയവായി മനോരമയിലൊക്കെ 4 ദിവസം 1-ാം പേജ് വാർത്തയാണ് SIR അങ്ങനെ ഇങ്ങനെ. ഒരു ചുക്കുമില്ല. SIR നടപ്പാവും, പൂർണ്ണമായിട്ട് നടപ്പാവും, ഡബിളിങ് മുഴുവൻ ഇല്ലാതാവും, ശുദ്ധമായിട്ടുള്ളൊരു വോട്ടർ പട്ടിക വരും. ഇത് തന്നെയാണ് ബീഹാറിലുണ്ടായത്. നിങ്ങളിവിടെ പ്രചരിപ്പിക്കുകയാണ് CPM-ഉം കോൺഗ്രസും, മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയാണ്. ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് NDAക്കും BJPക്കും എതിരെ. കേസിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ശബരിമലയുമായിട്ട് ഭയങ്കരമായി കണക്റ്റഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. അത് അങ്ങനെ തോന്നാനുള്ള കാരണം അത് അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളും കൂടെയാണ് ഞാൻ. അതായത് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്താണ് ശബരിമലയിൽ അരവണ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് ശരിക്കും തൊഴാനായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുകയും ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുകയും അതിനുശേഷം അന്ന് മുതൽ ആ വിഷയം എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ കെ സുരേന്ദ്രനെ ആ ഒരു സമരത്തിൻ്റെയും മുന്നിൽ നമ്മൾ കണ്ടു. ഇത് ആകസ്മികമായ ഒരു സംഭവമാണോ അതോ അയ്യപ്പനുമായിട്ടുള്ള ഒരു ബന്ധം? അല്ല, അതിപ്പോൾ ഞങ്ങളൊക്കെ നാട്ടിൻപുറത്തുകാരാണ്. പണ്ട് ചെറുപ്പം മുതലേ നമ്മൾ ഈ മണ്ഡലകാലമായി കഴിഞ്ഞാൽ നമ്മൾ മാലയിട്ട് സ്വാമിയായി, ഇപ്പോഴും മാലയിട്ടിരിക്കുക, ഇന്ന് കറുപ്പ് കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വീട് വിട്ട് എന്താ പറയുക, ഭജന മന്ദിരത്തിൽ കിടന്ന് അവിടുന്ന് പുഴുക്കും ചായയും രാത്രി കഴിച്ച് ഉറങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും ഈ പിണറായി വിജയൻ തോറ്റുപോയത് എങ്ങനെയാണ്? സ്ത്രീ വിമോചനമാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി സ്ത്രീകളെയൊക്കെ സപ്പോർട്ട് ഇട്ടെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഈ നവോത്ഥാനം കൊണ്ടുവന്നത്. പക്ഷെ അതിനെ എതിർത്തത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. കാരണം അയ്യപ്പൻ ജനങ്ങളുടെ ഒരു വികാരമാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഇതുപോലത്തെ ഒരു സംഭവമുണ്ട്. ഇപ്പം നമ്മൾ നോക്കും, ഇപ്പം മക്കയിൽ പോകുന്നു, നമ്മളിവിടുന്ന് എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇതുപോലെയുണ്ട്? കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. അതായത് കുട്ടികൾ, നിങ്ങളുടെ ചാനലടക്കമാണ് വാവിട്ട് നിലവിളിക്കുകയാണ്. എന്ത് വേണം ഗവൺമെൻറ് ഇത് ചെയ്യാൻ? അതായത് ശുദ്ധമായൊരു വെള്ളം 8 മണിക്കൂർ ക്യൂ നിൽക്കുന്ന എന്ത് ഹ്യൂമൻ റൈറ്റ്സ് പ്രശ്നമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. ടോയ്ലറ്റ് ഒന്നും നട തുറക്കുന്ന ദിവസം ഡോറ് പോലും ഓപ്പൺ ചെയ്തിട്ടില്ല. ടോയ്ലറ്റ് വൃത്തിയാക്കില്ല. നിങ്ങൾ ബാക്കി ഒന്നും കൊടുക്കണ്ട തീർത്ഥാടകർക്ക്. ഒരു ഇതുപോലൊരു രാജ്യം വേറെയുണ്ടോ? ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ തിരുപ്പതിയിലും പോയിട്ടുണ്ട്, വൈഷ്ണോദേവിയിലും പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് കാത്തിരിക്കാൻ സൗകര്യങ്ങൾ, അത്യാവശ്യം വേണ്ട ചായയും വെള്ളവും. ഇവിടെ ചായയൊന്നും കൊടുക്കണ്ട, ഒരു കരിങ്ങാലി വെള്ളം കലക്കിയിട്ട് കൊടുക്കാനുള്ള മാന്യത ഒരു ദേവസ്വം ബോർഡ് കാണിക്കണ്ടേ? ഞാൻ ഇവിടെ ഇപ്പോൾ അയോധ്യയിൽ എല്ലാവരും വലിയ കുറ്റം പറഞ്ഞു, ഭയങ്കര സംഭവമാണ്, അവിടെ പ്രശ്നമാണ്. എത്രായിരം കോടി രൂപയാണ് സാർ വരുമാനം? ഓരോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തീർത്ഥാടനം
ടൂറിസം അതിൻ്റെയൊക്കെ വഴി സംസ്ഥാനത്തിനുണ്ട്. ഈ ഒരു ശബരിമലയും ഒരു പത്മനാഭസ്വാമി ക്ഷേത്രവും ഈ ഗുരുവായൂരും മതി കേരളത്തിൽ ശരിക്കും കേരളത്തിൻ്റെ വികസനത്തിന് അതിനെ പ്രയോജനപ്പെടുത്താൻ വിഷണറി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ. ഇവരത് മുഴുവൻ കൊള്ളയടിക്കാനല്ലേ ശ്രമിച്ചത്. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? ടിപ്പു സുൽത്താനേക്കാളും ഭീകരമായ കൊള്ളയല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് നിങ്ങൾ നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയാൽ അവിടെയുള്ള സ്വർണത്തിൻ്റെ കണക്ക് മുഴുവൻ ഒന്ന് എടുക്കണം എന്നൊരു പരിശോധനയ്ക്ക് ഉത്തരവിറക്കിയാൽ കാണാം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ചെയ്യുന്നതാണോ? ഇല്ല. എല്ലാവരും പറയും ഒരു പോറ്റിയാണ്, ഒരു മുരാരി ബാബു. നോ, ഇത് വെൽ പ്ലാൻഡ് കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇത് 2017, 18, 19 കാലയളവിൽ നവോത്ഥാനം തലയ്ക്ക് പിടിച്ചപ്പോൾ ഇവർ ക്ഷേത്രങ്ങളുടെ വിശ്വാസം തകർക്കുക, സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അല്ലെ പത്മകുമാർ എങ്ങനെ ഇതിൽ പങ്കാളിയാവുന്നത്? അല്ലെ വാസു എങ്ങനെ? വാസു ആരാണ് നിങ്ങൾക്കറിയില്ലേ? വാസു മറ്റേ ഗുരുദാസൻ സാർ മന്ത്രിയായിരുന്നപ്പം പിണറായിക്കെതിരായിരുന്നു ആൾ. മനോരമയ്ക്ക് നന്നായിട്ടറിയാം. അപ്പം ഗുരുദാസൻ സാറിന് ആപ്പ് വെക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി വെച്ചു കൊടുത്ത ആളാണ്. അത്ര ഹാർഡ് കോർ പാർട്ടി കേഡറാണ് വാസു. അയാൾ ഇത് ചെയ്യണമെങ്കിൽ, പത്മകുമാറിനെ പോലെ ഒരു ഉന്നതനായ CPM നേതാവ് ഇത് ചെയ്യണമെങ്കിൽ രാഷ്ട്രീയമായ തീരുമാനം അല്ലാതെ പിന്നെ എന്ത് തീരുമാനമാണ്? വെറുതെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയതാണോ? ഇതെല്ലാം നടന്നിട്ടുണ്ട്. ഗുരുവായൂരിൽ ഇൻകം ടാക്സ് നടത്തിയ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ അടുത്ത് അത് പുറത്തു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭീകരമായ കൊള്ളയാണ് ഗുരുവായൂർ നടന്നിരിക്കുന്നത്. അതായത് പണം കൊണ്ട് എറിയാണ് ആൾക്കാർ. നമ്മൾ മലയാളികൾ മാത്രം ഒന്നും കൊടുക്കില്ല. അത് ഹൈദരാബാദിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ചാക്കുമായിട്ട് വരിക. പലരും ബിസിനസ്സിൽ ഷെയറാണ് ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ 10% അയ്യപ്പന്. അതെല്ലാം കൊണ്ട് ചാക്ക് കണക്കിന് തള്ളുകയാണ്, ഒന്നിനും കണക്കില്ല. എല്ലാം തട്ടിപ്പാണ് നടക്കുന്നത്. 2 ലോഡ് പച്ചക്കറി ഓഫ് സീസണിൽ എനിക്ക് നേരിട്ടറിയാം. ആ ചായക്കട നടത്തുന്ന ആൾ പറയും 2 ലോഡ് പച്ചക്കറി വാങ്ങുമ്പോൾ 4 ലോഡാണ് ദേവസ്വം ബോർഡ് എഴുതുന്നത്. ഒന്ന് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക്, ഒന്ന് ഈ ഇറക്കുന്ന ആൾക്ക്. അതായത് പച്ചക്കറിയിൽ അത് മുതൽ അങ്ങോട്ട് മുഴുവൻ കൊള്ളയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ല എന്ന്. 9 കോടി രൂപയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് എഴുതിയെടുത്തത്. എന്ത് ചിലവ്? ഞങ്ങൾ അതേപോലെ ഒരു അയ്യപ്പ സംഗമം അവിടെ നടത്തി. അതിനേക്കാൾ ആൾ വന്നു. ഞങ്ങൾക്ക് 6 കോടിയും പോയില്ല, 3 കോടിയില്ല, 1 കോടിയില്ല, 25 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ ആ പ്രോഗ്രാം നടത്തിയത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണല്ലോ. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് 9 കോടി രൂപ എങ്ങനെ ചിലവായി? എന്തായിരുന്നു അവിടെ നടന്നത്? അപ്പോൾ ഇത് നടക്കുന്നത് ഇവിടെ മാത്രമാണ്. ഇതിനെതിരായിട്ടുള്ള ജനവികാരമുണ്ട്. അത് ഞങ്ങൾ പ്രതിഫലിപ്പിക്കും. അത് ശബരിമല സമരകാലത്ത് നടത്തി, ഇനിയും നടത്തും. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടിയാണത്. അത് പ്രതിഫലിപ്പിക്കും എന്ന് പറയുമ്പോൾ തന്നെ ശബരിമലയിൽ നിന്നുകൊണ്ട് വേറൊരു അഡീഷണൽ ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ശരിക്കും ഇതിനു മുമ്പ് നടന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളോളം ഈ കട്ടിളപ്പടിയിലെ സ്വർണം അങ്ങനെയുള്ള സ്വർണ്ണക്കൊള്ള വിവാദമൊന്നും വന്നിട്ടും പാർട്ടി ഒരു ഊർജിതമായി മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല BJP. ശരിക്കും BJP ആണ് മുന്നോട്ട് വരേണ്ടത്. അങ്ങനെയല്ല, അത് UDFൻ്റെ ഒരു നെറേറ്റീവാണെന്ന്. UDF വരെ 2 ജാഥ നടത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ ഞങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയും സിൻസിയറിറ്റിയും ചോദ്യം ചെയ്യുന്നവർ, എൻ്റെ പേരിൽ മാത്രം ശബരിമല 249 കേസുണ്ട്. VD സതീശൻ്റെ പേരിലൊരു കേസുണ്ടോ? സുധാകരൻ്റെ പേരിലൊരു കേസുണ്ടോ? ചെന്നിത്തലയുടെ പേരിലൊരു കേസുണ്ടോ? ഞാൻ എന്തെങ്കിലും അക്രമം കാണിച്ചിട്ടാണോ? എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളെ, 10,000-കണക്കിന് ആളുകളുടെ പേരിൽ ഞങ്ങളുടെ പേരിൽ കേസും ജയിൽവാസവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് പത്തനംതിട്ടയ്ക്ക് അപ്പുറം അന്ന് ഒരു കോൺഗ്രസ്സുകാരനും പോയിട്ടില്ല. പത്തനംതിട്ടയിൽ ഒരു പന്തൽ കെട്ടി അവിടെ ഇരിക്കുകയല്ലാതെ ഈ മനീതി സംഘം വന്നപ്പോഴും ഈ ആക്ടിവിസ്റ്റുകളെ കയറ്റിയപ്പോഴൊക്കെ ഉറക്കമൊഴിഞ്ഞ് കാട്ടിലൂടെ പോയി ഞങ്ങൾ തന്നെയാണ് അതിനെയൊക്കെ തടഞ്ഞത്. അങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നാൽ ഞങ്ങളെ ഉണ്ടാവുള്ളൂ. പിന്നെ 2 രീതികൾ വ്യത്യാസമുണ്ട്. സ്വർണ്ണക്കൊള്ളയുടെ കാലത്ത് മറ്റ് പല രീതിയിലുള്ള സമരങ്ങളാണ് നടക്കുന്നത്. മറ്റേത് സ്ത്രീകളെ സർക്കാർ ബലം പ്രയോഗിച്ച് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ നടത്തിയ ഒരു നീക്കം തടയാനുള്ള അഗ്രസീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അതിനർത്ഥം ഞങ്ങൾ സമരത്തിലില്ലെന്നല്ല. UDFൻ്റെ സിൻസിയറിറ്റി എന്താണ്? അവരുടെ കാലത്തേക്കുള്ള ഒരു ഓഡിറ്റിംഗ് പോയാലുണ്ടല്ലോ, ഈ ശിവകുമാറൊക്കെ അകത്ത് എന്നേ പോകും. നിങ്ങൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ UDF ഭരണകാലത്ത് നടന്നതും ഇതേപോലുള്ള ഭീകരമായ കൊള്ള തന്നെയാണ്. ദേവസ്വം കൊള്ള എന്ന് പറയുന്നത് LDFൻ്റെയും UDFൻ്റെയും ഒരു പ്രധാന അജണ്ടയാണ്. അതുകൊണ്ട് ഞങ്ങൾ UDF എന്തോ ചെയ്യുന്നു, UDF എന്ത് ചെയ്യുന്നു? പന്തളത്തൊരു ജാഥ നടത്തിക്കൊണ്ടാണോ? അവർക്കൊരു ആത്മാർത്ഥതയുമില്ല. ശബരിമലയല്ല, അവർക്ക് എന്ത് വന്നാലും അവർക്ക് വർഗീയ രാഷ്ട്രീയവും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയാണ് വിശ്വാസികളെക്കാളും ശബരിമലയെക്കാളും ഏറ്റവും പ്രധാനം എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അവരാരെ കൂടിയാണ് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ? എത്ര ഓപ്പണായിട്ടാണ്. ഇപ്പോൾ ഈ ചെങ്കോട്ടയിൽ ആരാണ് ബോംബ് വെച്ചത്? ഈ ജമാഅത്തെ ഇസ്ലാമിയല്ലേ? നിങ്ങളത് മറക്കരുത്.
ഈ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ചെങ്കോട്ടയിൽ ബോംബ് വെച്ചത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ് വെൽഫെയർ പാർട്ടി. അല്ലാതെ അത് വേറൊരു സാധനം ഇത് വേറൊരു സാധനം നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്ത്യയെ തകർക്കുന്നവരോടൊപ്പമാണ് കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാനത്തും. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇന്ത്യ പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ തട്ടിപ്പാണ്, അങ്ങനെയാണ്, DVM ടാമ്പറിംഗ് ആണ്, വോട്ട് ചോരിയാണ്. ഒരാൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഈ ആൻറ്റി നാഷണൽ ശക്തികളുമായിട്ട് ചേരുന്നത് കൊണ്ടാണ് അയാൾക്ക് ഇത്രയും ജനപിന്തുണ കുറയുന്നത്. കോൺഗ്രസ് നശിച്ചു പോകും. കാരണം കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനമാണ്, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ്. രക്തത്തിൽ അവർക്ക് ഇത് അലിഞ്ഞത് ദേശസ്നേഹമാണ്. ആ ഒരു പാർട്ടിയാണ് ഈ നിലയിൽ ഇന്ന് കൊണ്ടുപോകുന്നത്. വോട്ട് ചോരി ആര് വിശ്വസിക്കാൻ പോകുന്നു? അപ്പോൾ കോൺഗ്രസ്സിന് ഇതിലൊന്നും വിശ്വാസമല്ല. തൽക്കാലം കേരളത്തിൽ അവർ പിടിച്ചു, ബംഗാളിൽ അവർ അസ്തപ്രജ്ഞരായി. 1% വോട്ട് പോലും അവർക്കില്ല. ബീഹാറിൽ 200 സീറ്റുമായിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 109 സീറ്റുമായിട്ട് അവർ ഒറ്റയ്ക്ക് ഭരിച്ചതാണ്. എത്രയാണ് 3 ഇത്തവണ കിട്ടിയത്? നശിച്ചു പോകുന്നത് വെറുതെയല്ല, ജനങ്ങൾ അവരെ പിന്നെ ഒഴിവാക്കുകയാണ്. കാരണം ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോകുമ്പോൾ ജപ്പാനെ പുറന്തള്ളാൻ നിൽക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണ്. എന്ത് സംഭവിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി? അതേ കോൺഗ്രസ് അല്ലേ ഇവിടെയുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഇവിടെ ഇല്ലാതായി പോകും, സംശയം വേണ്ട. കോൺഗ്രസിൻ്റെ ഒരു നരേറ്റീവ് എന്ന് പറയുമ്പോൾ പോലും അങ്ങ് തന്നെ പറഞ്ഞു, അതായത് CPM-മായി ഡയറക്റ്റ് ബന്ധമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഹാർഡ് കോർ CPM-കാരാണ് ശരിക്കും ഇപ്പോൾ ഈ ശബരിമല പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ ഒരു നരേറ്റീവിന് കേൾവിക്കാരുണ്ടാവുന്നത് ശരിക്കും BJP കുറേ കൂടെ ശക്തമായി ഇതിൽ ഇടപെടാത്തത് കൊണ്ട് തന്നെ അല്ലേ? അല്ലെന്ന്, കോൺഗ്രസിൻ്റെ നെറേറ്റീവിന് കേൾവിക്കാരുണ്ടാവുന്നു നിങ്ങൾ പറയുന്നത് ഈ സർക്കാരിനെതിരായിട്ട് അത്രയും ശക്തമായ വികാരമുണ്ട്. അല്ലാതെ കോൺഗ്രസ് എന്തെങ്കിലും മെച്ചപ്പെട്ട ഒരു സംവിധാനമായതുകൊണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കൊള്ളയുടെയും കാര്യത്തിൽ CPM-നേക്കാൾ മെച്ചപ്പെട്ടതാണ് കോൺഗ്രസ് എന്ന് ഈ രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ആരും വിശ്വസിക്കില്ല. ഇവർക്കിപ്പോൾ ഭരണം ഇല്ലാത്തത് കൊണ്ട് അവർ പറയുന്നത് ശരി, അവർക്ക് ഇതൊക്കെ പറയുന്നു. ഭരണം കിട്ടിയ ആ നിമിഷം അവർ ഇതിനേക്കാൾ വലിയ കൊള്ള നടത്തും. അവർ കൊള്ള നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാം കട്ടുമുടിച്ചവരാണ് എത്രയോ കാലം അവർ. അത് അവർ ആവർത്തിക്കും. അത് BJP അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഞങ്ങളെ ഗവൺമെൻറ് വന്ന് 12 വർഷമായി, എന്തെല്ലാം കുതൂഹലം ഇവിടെ ഉണ്ടായി. ഒരു സിംഗിൾ FIR ഏതെങ്കിലും ഒരു കോടതിയിൽ മോദി സർക്കാരിനെതിരെ ഉണ്ടോ? എന്തെങ്കിലും ഒരു അഴിമതി കേസ് ഞങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടോ? അത് ചൗക്കിദാർ ചോറാണെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ പുതിയതാണ്, ഏത് LIC നഷ്ടത്തിലായിരുന്നു ഞങ്ങൾ വരുമ്പോൾ 2014. ചോദിച്ചാൽ അറിയാം, നഷ്ടത്തിൽ കൂപ്പുകുത്തുകയായിരുന്നു. ഇന്ന് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു പ്രോമിസിങ് സംഭവമായി മാറി. എന്താ? അപ്പോൾ പറഞ്ഞു ഞങ്ങൾ 2014 മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി LIC. ആരാ ചെയ്യാത്തത്? 6% അദാനിക്കുള്ളൂ, 20% SBIക്കാണ്. 523 ലിസ്റ്റഡ് കമ്പനികളിൽ LIC ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പച്ചക്കള്ളല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത്? അപ്പോൾ ഇതുപോലെ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സംരംഭങ്ങളെ എല്ലാം തകർക്കുകയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ കോൺഗ്രസ് ഇതെല്ലാം ചെയ്തവരാണ്. 2G സ്പെക്ട്രം, 3G സ്പെക്ട്രം. ഞാൻ ചോദിക്കട്ടെ, കൽക്കരി ലേലമൊന്നും ഇപ്പോൾ ഇല്ലാത്തതല്ലല്ലോ. എന്തെങ്കിലും ഒരു ചാർജ് ഉണ്ടോ ഞങ്ങൾക്കെതിരായിട്ട്? കൽക്കരി, സ്പെക്ട്രം ഇതെല്ലാം ലേലം ചെയ്യുന്നതിൽ ആയിരക്കണക്കിന് കോടി അടിച്ചുകൊണ്ട് പോയവർ ഞങ്ങളെ കുറ്റം പറയുകയാണ്. മോദിക്കെതിരെ ഒരു ചാർജ്, ഒരു കറപ്ഷൻ ചാർജ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കോടതിയിൽ ഒരു ലിറ്റിഗേഷൻ ഉണ്ടോ? ഈ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എത്ര കാലമായി നിയമ നടപടിയെ നേരിടുന്നു? നാഷണൽ ഹെറാൾഡ് കേസിൽ 200-300 കോടിയാണ് അടിച്ചു മാറ്റിയത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഉണ്ടോ? പറയുമ്പോൾ BJP അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. 12 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു ലീക്കേജ് ഖജനാവിൽ ഉണ്ടായിട്ടുണ്ടോ? അദാനിക്ക് കൊടുത്തു, അദാനിക്ക് കൊടുത്തു. എന്താണ് അദാനിക്ക് കൊടുത്തത്? പറയണ്ടേ? ഒന്നുമില്ലാത്ത പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും വളരെ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ്. BJPയെ പറ്റി പറയുമ്പോഴേക്കും ശരിക്കും ഒട്ടേറെ രാഷ്ട്രീയ ചാണക്യന്മാരുള്ള, പലതും പ്ലാൻ ചെയ്ത് നടപ്പാക്കാനുള്ള കഴിവുള്ള ആളുകളുടെ പാർട്ടിയായിട്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പരാജയങ്ങൾ? തോറ്റതല്ലൊന്ന്. അതായത് ഞാൻ 89 വോട്ടിന് തോറ്റു. എങ്ങനെ തോറ്റത്? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 10,000 വോട്ട് എനിക്ക് അധികം കിട്ടി. CPM-ൻ്റെ വോട്ട് പോയി. അപ്പോൾ അവർ ജാതിയാണ് നോക്കിയത്, എല്ലാവരും മാറ്റി അടിച്ചു. പുത്തികയിലാണ് അടിച്ചത്. എന്താ എല്ലാവർക്കും അറിയാമല്ലോ, പോയി അറിയില്ലേ? അപ്പോൾ അവരവരുടെ ജാതീയതയും വർഗീയതയും അവിടെ പ്രയോഗിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മത്സരിച്ചു. അന്ന് കിട്ടിയതിനേക്കാൾ, അതായത് 2016 കിട്ടിയതിനേക്കാൾ 12,000 വോട്ട് എനിക്ക് അധികം കിട്ടി. ഇത് ഏത് മണ്ഡലത്തിൽ കിട്ടുന്നുണ്ട് ഇവിടെ ആൾക്കാർക്ക്? അപ്പോൾ ഞാൻ വീണ്ടും 600 വോട്ട് തോറ്റു.
ഇത് ആ സമയത്ത് LDF എത്ര കുറഞ്ഞു, ഇപ്പോൾ എത്രയുണ്ട് അവിടെ? അത് അവർ പ്ലാൻ ചെയ്ത് അടിക്കുന്നതാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിലൊക്കെ ഞങ്ങൾ വരുമ്പോഴേ അവിടെ വിജയിക്കുള്ളൂ. കാരണം 48% ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ തിരുവനന്തപുരം പോലും പിന്നെ പാലക്കാട് പോലെയല്ല. 48% ഹിന്ദുക്കളേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ വേറെയാണ്. ഞാൻ എന്തെങ്കിലും വർഗീയത കാണിച്ചിട്ടല്ല, വ്യക്തിജീവിതത്തിലോ പൊതുജീവിതത്തിലോ എന്തെങ്കിലും പിന്നെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായി ജീവിച്ചിട്ടല്ല. പക്ഷേ ചില ആളുകളെ തോൽപ്പിക്കണം എന്ന് നിശ്ചയിക്കുന്നത് വേറെ സ്ഥലങ്ങളിലാണ്. ഞാൻ ചോദിക്കട്ടെ, മാതൃഭൂമിയുടെ നേതാവുണ്ടല്ലോ MV ശ്രേയാംസ് കുമാർ, എങ്ങനെ തോറ്റത്? സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ്. നിങ്ങൾ കണക്കുകൾ കള്ളം പറയില്ല. ശശീന്ദ്രൻ എന്ന് പറയുന്ന CPM നേതാവ് 25,000 വോട്ടിന് ജയിച്ച മണ്ഡലമായിരുന്നു അത്. വയനാടിനെ പറ്റി അറിയുന്നവർക്ക് അറിയാമല്ലോ. ആ സമയത്ത് UDF ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി. ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിക്ക് ഇപ്പോഴും 20,000 ഫിക്സഡ് വോട്ടുള്ള മണ്ഡലമാണ് കൽപ്പറ്റ. വേറെ ഒരു സ്ഥലത്തും ഇല്ല കേട്ടോ. ഈ ജനതാദളൊന്നും 5 വോട്ടില്ലാത്ത പാർട്ടിയാണ്. ഫിക്സഡ് വോട്ട് 20,000 വോട്ട് കൽപ്പറ്റയിൽ അവർക്കുണ്ട്. 25,000ഉം 20ഉം 45,000. എങ്ങനെ പോയാലും ഒരു 30,000 വോട്ടിന് ശ്രേയാംസ് കുമാർ ജയിക്കേണ്ടതാണ്. സിദ്ദിഖ ജയിച്ചത് എങ്ങനെ ജയിച്ചത്? ശക്തമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ്. മതങ്ങൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കടന്നു കയറുകയാണ്. പണ്ട് സമുദായ നേതൃത്വം എന്ന് പറയുന്ന ലീഗായിരുന്നു. ഇപ്പം മാറി. ലീഗിന് ഒരു ഹോൾഡും ഇല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് ജോസ് കെ മാണി തോറ്റത്? ജോസ് കെ മാണി LDF പോയാലും UDF പോയാലും പാലയിൽ ജയിക്കൂല. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ ഇലക്ഷനിലും ജോസ് കെ മാണി ജയിക്കൂല. ജോസ് കെ മാണി പാലയിൽ ഇനി LDF പോയാലും ജയിക്കൂല, UDF പോയാലും ജയിക്കൂല. എത്ര മണ്ഡലം ഞാൻ കാണിച്ചു തരാം. PC ജോർജ് പോട്ടെ, നിങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞോളൂ, എന്നെയും കുമ്മനത്തിനെയും വിട്ടോളൂ. സ്ട്രാറ്റജിക്കൽ വോട്ടിങ്ങും മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വിധം മതസംഘടനകൾ വോട്ടിങ്ങിനെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു. അപായകരമായ സൂചനയാണിത്. ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് ബാഹ്യശക്തികൾ നിശ്ചയിക്കുന്നതിൽ നമ്മുടെ ഡെമോക്രസി പോയി. അതെങ്ങനെയാണ്? ഈ SDPI PFI സംഘങ്ങളെ ഇവിടെ ഇലക്ഷനിൽ ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി സഹായിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾക്ക് മാത്രമല്ല ഈ അപകടം, നാളെ CPMനും ഈ അപകടം വരും, ഒരു സംശയം വേണ്ട. ഈ ശക്തികളെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. ആദ്യം BJPക്കാരൻ്റെ വാതിലിലാണ് മുട്ടുന്നതെങ്കിലും അവസാനം എല്ലാ മതനിരപേക്ഷവാദികളുടെയും വാതിൽ ഇത് മുട്ടും. അങ്ങനെയുള്ള ഭീകരവാദികളെയാണ് പഞ്ചസാരയിൽ പൊതിഞ്ഞിവിടെ അവതരിപ്പിക്കുന്നത്. സതീശനോ സുധാകരനോ മിണ്ടുന്നേയില്ല SDPI സഖ്യത്തെക്കുറിച്ച്, PFI സഖ്യത്തെക്കുറിച്ച്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന അപകടം ചെറുതാണ്. വൈകുന്നേരം ഇത് കണ്ടാൽ മതി നിങ്ങൾ, Media One. ഒരു ദിവസം ആ ചർച്ച ഒന്ന് കണ്ടാൽ മതി. എന്തുമാത്രം മാരകമായ വിഷമാണ് കുത്തിവെക്കുന്നത്. ഞങ്ങളെ മാത്രം ബാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, എല്ലാവരെയും ബാധിക്കും. നാളെ മനോരമയും പത്രങ്ങളെ വരെ, ഒരു പത്രം പ്രവർത്തിക്കാൻ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ആരെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഒരു പത്രം നിലപാടെടുത്തതിൻ്റെ പേരിൽ വലിയ മതേതരത്വം പ്രസംഗിക്കുന്ന മാതൃഭൂമിക്കും UDF പക്ഷപാതിത്വം കാണിക്കുന്ന മനോരമയ്ക്കും പല സന്ദർഭങ്ങളിലും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിഭീകരമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് ഭീകരമാണ്. ഇത് ബോംബ് പൊട്ടിയില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മളിരിക്കുന്നത്. ബോംബ് പൊട്ടുമായിരുന്നു ഞങ്ങളില്ലായിരുന്നെങ്കിൽ, അമിത്ഷാ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ബോംബ് പൊട്ടുമായിരുന്നു. കുന്തിരിക്കാം കരുതിക്കോ എന്ന് വെറുതെ പറഞ്ഞതല്ല. അത്ര ഭയാനകമായിരുന്നു സാഹചര്യം. അടിച്ചമർത്തി അവരുടെ സാമ്പത്തിക സ്രോതസ് തകർത്തത് മോദിയും അമിത്ഷായും അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അവരെ എന്നേ കയറൂരി വിട്ടനെ. ഈ PFI എന്ന് പറയുന്ന ഭീകര സംഘം കാശ്മീരിലും ദില്ലിയിലും പൊട്ടിച്ചതിനേക്കാൾ കൂടുതൽ കേരളത്തെ പൊട്ടിക്കുമായിരുന്നു. ഞങ്ങളെ ഗവൺമെൻറ് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വർഗീയതയാണ് ഇതിനെല്ലാം കാരണം. ഞാൻ തോറ്റതിൽ എനിക്ക് സങ്കടമില്ല. കാരണം വർഗീയതയാണ്. വർഗീയത കാണിച്ചിട്ടാണ് UDF ജയിക്കുന്നത്. പുതിയ പ്രസിഡന്റ് പാർട്ടിക്ക് വന്നതിന് ശേഷം സുരേന്ദ്രനെ പല തന്ത്രപ്രധാനമായ മീറ്റിങ്ങുകളിലും കാണുന്നില്ല എന്നതിന് ഒരു ആരോപണം. തന്ത്രപ്രധാനമൊന്നുമില്ല ഞങ്ങൾക്ക്. ഞാൻ 1 മാസം ചികിത്സയിലായിരുന്നു സുഹൃത്തെ. ഞാൻ 1 മാസം കോട്ടക്കൽ ആര്യവൈദ്യ, അതെൻ്റെ തല ഇങ്ങനെ ഇരിക്കുന്നത്. ആ കാലത്ത് എന്നെ മീറ്റിങ്ങിൽ കണ്ടില്ല എന്നത് ഒഴിച്ചാൽ ഞാൻ എല്ലാ മീറ്റിങ്ങിലും ഉണ്ട്, ഞാൻ എല്ലാ ജില്ലയിലും ഉണ്ട്. ഞാനൊന്നും ഏതെങ്കിലും ഒരു പദവി കിട്ടിയാലേ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളല്ല. ഒരു സാധാരണ പ്രവർത്തകനാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു എനിക്കൊരു പദവിയും ഇല്ലല്ലോ. കുറേ ആൾക്കാർ ചോദിക്കും എന്നെ ഗവർണറാക്കുമെന്ന്. ദയവായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ പദവി ആഗ്രഹിച്ച് നടക്കുന്ന ആളല്ല. സംസ്ഥാന പ്രസിഡന്റ് എന്നെപ്പോലെ ഒരാളെ
ഒരു സാമ്പത്തിക പശ്ചാത്തലമോ ഒരു സാമൂഹ്യ പശ്ചാത്തലമോ ഉള്ള ഒരാളല്ല ഞാൻ. ഇവർ പറയുന്ന ഒരു കുലമഹിമയോ വേറൊരു പദവിയോ ഇല്ലാത്തൊരു കുടുംബത്തിലൊരാളാണ് ഞാൻ. ആ പാർട്ടി എനിക്ക് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തന്നു, എനിക്ക് എന്താ വേണ്ടത്? അതുകൊണ്ട് ഇതെല്ലാം വ്യാജ പ്രചരണങ്ങളാണ്. ഞാനൊരു സാധാരണ പ്രവർത്തകനാണ്. ഇപ്പോഴും ഞാൻ നടക്കുന്നത്, ഓരോ വാർഡുകളിൽ ഞാൻ പോകുന്നത്, അങ്ങനെയുള്ള ജീവിതമാണ് നമ്മുടേത്. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ഞാൻ പദവിയോ ദയൊന്നും കണ്ടിട്ടൊന്നും പാർട്ടിയിൽ വന്ന ആളല്ല. BJP പ്രസിഡന്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് വന്ന ആളാണ്. എൻ്റെ മുമ്പിലിരുന്ന പ്രസിഡന്റുമാരൊക്കെ മഹാരഥന്മാരായിരുന്നു. ശ്രീധരൻപിള്ള സാറ്, കുമ്മരൻ രാജശേഖരൻജി, വി മുരളീധരൻ, PK കൃഷ്ണദാസ് മുതൽ KG മാരാർ, രാജഗോപാൽജി വരെ ഇരുന്നവരാ. ഞാൻ ആ കൂട്ടത്തിലൊന്നും പെടുന്ന ആളല്ല, ഒരു സാധാരണ മനുഷ്യൻ. എനിക്ക് ഇത്രയും പദവി പാർട്ടി തന്നില്ലേ? അപ്പോൾ ഇത് വെറുതെ പ്രചരണമാണ്. നേതാക്കന്മാർ വരും പോവും, നമ്മളിവിടെ തന്നെയൊക്കെ ഉണ്ടാവും. വെറുതെ ആയിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രചാരണത്തെക്കുറിച്ചും കൂടി ചോദിക്കാനുണ്ട്. അതായത് അങ്ങും വി മുരളീധരൻജിയും തമ്മിൽ വളരെ അടുത്ത ആത്മാർത്ഥമായ ബന്ധമുള്ള രണ്ടാളുകളാണ്. നിങ്ങളെ പാർട്ടിക്കുള്ളിൽ തന്നെ അണ്ണൻ തമ്പിയെന്നും രാമൻ ലക്ഷ്മണന്മാരെന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും സംഭവിച്ചിട്ടുണ്ട്. ഈ അവസാനം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഒഴിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഉരസൽ ഉണ്ടായോ? ഞങ്ങൾ ഉരസാനും ഇല്ല. ഒരു കാര്യം എന്താ അറിയോ, മുരളീധരൻജിയും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പാർട്ടി ബന്ധമേ അല്ല. അതായത് ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് ഞാൻ കാണുന്ന ഒരു നേതാവ് മുരളീധരനാണ്. അതായത് വിദ്യാർത്ഥി സംഘടനയിൽ ഞാൻ കാണുന്ന ഒരു നേതാവ് ശ്രീ വി മുരളീധരനാണ്. വി മുരളീധരൻ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ കണ്ടെത്തി, എന്നെ കൈപിടിച്ചുയർത്തി, എനിക്ക് അവസരങ്ങൾ തന്ന്, ഒരു വേദിയിലും പ്രസംഗിക്കാതിരുന്ന ഒരു സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, ഒരു അവസരവും കിട്ടാതിരുന്ന ഒരു സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ എനിക്ക് എല്ലാ അവസരങ്ങളും തന്ന്, അങ്ങനെ എനിക്ക് ഒരു എന്താ പറയുക ആത്മബന്ധമുള്ള ഒരു സഹോദര തുല്യമായ, ജ്യേഷ്ഠ സഹോദര തുല്യമായ ബന്ധമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് ഞാൻ വി മുരളീധരൻ പക്ഷപാതിയാണെന്ന് ആൾക്കാർ പറയുകയാണ്. എനിക്കൊരു പക്ഷവുമില്ല, വി മുരളീധരൻജിക്കും ഒരു പക്ഷവുമില്ല. എനിക്ക് കൃഷ്ണദാസനോടും രമേശനോടും ശ്രീധരൻപിള്ള സാറിനോടും കുമ്മനത്തിനോടും ഒക്കെയുള്ള സ്നേഹമേ വി മുരളീധരൻജിയോടുള്ളൂ. അതിൽ കൂടുതൽ ഒരു ആത്മബന്ധം എല്ലാവരും ചാർത്തി തരുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആയിരുന്നതാണ്. അതുകൊണ്ട് ഒരു തർക്കവും ഇല്ല. ഒരു കാര്യം എന്തിനു തർക്കിക്കണം? അദ്ദേഹം പദവി ഒഴിഞ്ഞതിന് ശേഷം പ്രസിഡൻ്റായ ആളാണ് ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ 5 വർഷവും എൻ്റെ ഒരു പ്രവർത്തനത്തിലും ഇടപെടാത്ത ഒരാളാണ് അദ്ദേഹം. ഒരു സമ്മർദ്ദത്തിനും വരാത്ത ആളാണ് അദ്ദേഹം. ഒരാളെ ഇന്ന സ്ഥാനത്ത് ഇരുത്തണമെന്നോ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്നോ പറയാത്ത ഒരാളാണ്. എനിക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുള്ള ഒരാളാണ്. മറ്റു പലരെക്കാളും വി മുരളീധരൻ എൻ്റെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട്ട് എന്തിനു പിണങ്ങണം? ഒരു പിണക്കവും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ആരുണ്ടാക്കുന്നതാണ്? ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ഈ ഹോർത്തൂസ് ശരിക്കും യുവാക്കളുടെ കൂടി ഒരു ഉത്സവമാണ്. ഏറ്റവും കൂടുതൽ നമ്മളിവിടെ നോക്കിയാൽ യുവാക്കളെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ശരിക്കും സാധാരണ നിലയിൽ നിന്ന് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് കെ സുരേന്ദ്രൻ. ശരിക്കും ജീവിതത്തിൽ നേരിട്ട, ഈ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട, രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കൽ കരിയറിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണ്? അങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത്. രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ കാശില്ലാതെയാണ്, വണ്ടിക്കൂലി കാശ് വേണം. അതാണ് ഒരു വലിയ പ്രതിസന്ധി അന്നുണ്ടായിരുന്നത്. ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഞാനൊക്കെ മലബാർ എക്സ്പ്രസ്സിന് 80 രൂപയുടെ ടിക്കറ്റ്, അന്ന് കോഴിക്കോട് നിന്ന് അറിയാൻ പഴയ കോഴിക്കോടുള്ളവർ 80 രൂപയാണ് മലബാറിന്. അത് 10 രൂപ വാങ്ങി ആൾക്കാരോട് 80 രൂപ ഒപ്പിച്ചിട്ടാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് നമ്മൾ. ഇന്നിപ്പോൾ എവിടെ ചെന്നാലും ടിക്കറ്റ് കിട്ടും, കാറ് തരും, റൂമൊക്കെ ആൾക്കാരെടുത്ത് തരും, ഭക്ഷണം കിട്ടും, ഒരു പ്രശ്നവുമില്ല. അത് സത്യം ഇന്ന്. പക്ഷെ അന്ന് 10 രൂപ നമ്മൾ പിരിച്ചിട്ട് ആൾക്കാരോട് കൈ നീട്ടി 10 ചോദിച്ച് 8 പേരോട് 10 രൂപ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇങ്ങോട്ട് തിരിച്ചു പോകാൻ ടിക്കറ്റ് കിട്ടും പാർട്ടി ഓഫീസിൽ നിന്ന്. പക്ഷെ അങ്ങോട്ട് പോകാൻ കാശുണ്ടാവില്ല. അത് വേറെ കാര്യം. അതൊന്നും ഞാൻ പ്രതിസന്ധിയായി കണക്കാക്കുന്നില്ല. പക്ഷെ ഞാൻ എന്നെ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം. ഞാൻ 2020 മാർച്ച് 22-നാണ് പ്രസിഡൻ്റായിട്ട് ചുമതലയേൽക്കുന്നത്. ഇടുത്തി വന്ന് വീടും പോലെ 24-ാം തീയതി, അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ കോവിഡ് അറിയാലോ, ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുക. അതായത് ഒരു പാർട്ടിയുടെ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത് 2ാമത്തെ ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാം. ഞാൻ പ്രസിഡൻ്റായി ചുമതല ഏൽക്കുന്ന കാലം നിങ്ങൾക്കറിയാം. ശ്രീധരൻപിള്ള സാറിനെ മിസോറാം ഗവർണറാക്കിയതിന് ശേഷം 10 മാസം കേരളത്തിൽ BJP പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ഓർമ്മയില്ലേ? അന്ന് പ്രസിഡൻ്റേ ഉണ്ടായിരുന്നില്ല. അന്ന് ശൂന്യതയിൽ നിൽക്കുക. ബൂത്ത് കമ്മിറ്റികളെല്ലാം തകർന്ന് ഒരു സംഘടനാ സംവിധാനം ആകെ നിശ്ചലമായി, ഒരു നാഥനില്ലാതെ BJP നിൽക്കുമ്പോഴാണ് 10 മാസത്തിന് ശേഷം എന്നെ പ്രഖ്യാപിക്കുന്നത്. മാർച്ച് 22-ന് ചുമതലയെടുക്കുന്നു മാരാർജി ഭവനിൽ വലിയ ആഘോഷത്തോടെ. തിരിച്ചെനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. 24-ാം തീയതി ലോക്ക്ഡൗൺ. ആ ഒരു 1.5 മാസക്കാലം 2 മാസക്കാലം എങ്ങനെയാണ് പാർട്ടിയെ നയിച്ചത്? കാരണം ഉടനെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരിക.
നിങ്ങളൊക്കെ കുറ്റം പറയും, സുരേന്ദ്രൻ വന്നു അങ്ങനെ വിചാരിച്ചു, വലിയ പ്രതീക്ഷയായിരുന്നു, ഒന്നും കിട്ടിയില്ലെന്നൊക്കെ. കാരണം ഞാൻ പ്രസിഡന്റ് 1.5 കൊല്ലം കോവിഡാ. ആ ഒരു 2-3 മാസം അന്നാണ് ഒരു വിവാദം ഉണ്ടായത്. ഞാൻ പിന്നെ പോലീസിൽ സമീപിച്ച് ഞാൻ യാത്ര ചെയ്തെന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്നെ എന്തോ സഹായിച്ച് കളഞ്ഞു. ഞാൻ പോലീസിനോട് പെർമിഷൻ എടുത്തിട്ട് എനിക്ക് പോകണമല്ലോ, ഒരു പാർട്ടി പ്രസിഡന്റ് എൻ്റെ ഓഫീസിൽ പോകണ്ടേ, തിരിച്ചെനിക്ക് വേറെ സ്ഥലത്ത് പോകണ്ടേ. അതായത് ആ കാലയളവിൽ പാർട്ടിയെ നയിക്കുക. പക്ഷേ ശ്രമകരമായ ദൗത്യമായിരുന്നു. ഞങ്ങൾ അന്ന് എല്ലാ കോവിഡല്ലേ, എല്ലാ ബൂത്തിലും നമുക്ക് കിറ്റുകൾ വിതരണം ചെയ്യണം. കാരണം വെച്ചാൽ വലിയ വലിയ സംഘടനകളെല്ലാം, പണമുള്ള സംഘടനകളെല്ലാം ധാരാളം കിറ്റുകൾ വിതരണം ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. ഞങ്ങൾക്കാണെങ്കിൽ കാശുമില്ല, 1 രൂപയുടെ ഫണ്ടില്ല പാർട്ടി ഓഫീസിൽ. ഞാൻ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. സാമ്പത്തിക വലിയ പ്രതിസന്ധിയായിരുന്നു. ആ കാലയളവിൽ ഞങ്ങൾ നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്, അത് അങ്ങേയറ്റത്തെ പ്രതിസന്ധിയായിരുന്നു. അവിസ്മരണീയമായ ഒരു കാലമായിരുന്നു ജീവിതത്തിൽ അനുഭവിക്കാൻ. ബാക്കിയുള്ള കേസുകളൊക്കെ ഞാൻ പുഷ്പം പോലെയാണ് അത് തന്നെ കൈകാര്യം ചെയ്തത്. പക്ഷേ ഇതെന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു. പക്ഷേ നമ്മളതിനെ അതിജീവിച്ചു. ആ കാലത്ത് പാർട്ടിയെ നന്നായിട്ട് നമ്മൾ സംഘടനയെ ശക്തിപ്പെടുത്തി. ബൂത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു. 5 പേരുടെ സമരങ്ങൾ നടത്തി. അന്ന് വേറെ സമരമൊന്നും നടത്താൻ പറ്റില്ല, ഇത് മാസ്കും വെച്ച് 5 പേര് നിൽക്കുന്ന സമരം. ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ മറ്റ് ആരോപണങ്ങളൊക്കെ വരുന്നത്. ആ കാലയളവിൽ പാർട്ടിയെ നയിക്കാൻ ഒരാളുടെയും, ആരെ വിളിച്ചിട്ട് കിട്ടാനോ ഒരാളുടെ പിന്തുണയും ഇല്ലാതെ ആ കാലത്ത് ഞങ്ങൾ നടത്തിയ, അതാണ് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലമായിട്ട് ഞാൻ കാണുന്നു. നമുക്ക് സദസ്സിലേക്കും കൂടെ പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി അവസാനമായി. ഈ അമരത്ത് നിന്ന് ഇറങ്ങിയാൽ അകലേക്ക്, നമ്മുടെ വിഷയം അതായതുകൊണ്ടാണ്, അമരത്ത് നിന്നിറങ്ങിയാൽ അകലേക്ക് പോകുന്ന നേതാക്കന്മാരുടെ ഒരു പാർട്ടിയാണ് ശരിക്കും BJP. അതായത് പ്രത്യേകിച്ചും സംസ്ഥാന പ്രസിഡന്റുമാർ. അപ്പോൾ അത് ശരിക്കും അവസരം ആയിട്ട് ആണോ അപകടമായിട്ടാണോ പറയേണ്ടത് എന്നറിയില്ല. പ്രത്യേകിച്ചും ഇപ്പം കെ സുരേന്ദ്രനെ പോലെ ഇനിയും ഒരു ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അവസരമോ അപകടമോ എന്തെങ്കിലും മുൻകൂട്ടി കാണുന്നുണ്ടോ? ഞാനിപ്പോൾ ഞങ്ങളവിടെ കോഴിക്കോട് നിന്ന് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അത്തോളിയിൽ ഒരു ചായക്കടയുണ്ട്, ചെറിയൊരു ചായക്കട. ഞങ്ങളവിടെ കയറിയിട്ട് ചായയും പഴംപൊരിയൊക്കെ കഴിക്കും. അപ്പോൾ അന്നൊരു സ്ത്രീ ചായ കുടിക്കാൻ വന്നൊരു പ്രായമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ എന്നെ ചായ കുടിച്ചിട്ട്, സാറൊരു ഗവർണറായി കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതായത് അവർ സത്യത്തിൽ ആത്മാർത്ഥമായിട്ട്, നിങ്ങളെപ്പോലെ ട്രോൾ ചെയ്തല്ല, അവർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത് അവർ ഗവർണറായി കണ്ട. ഞാനപ്പം എൻ്റെ ഉള്ളൊന്ന് പെടഞ്ഞു. സത്യം, ഗവർണറായി ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ എന്തും ആവേണ്ടി വരും, ഒന്നും ആവില്ലെന്നും വരും. പക്ഷെ ഒരു ഗവർണർ ആവാൻ നമ്മളെപ്പോലെ എന്നും ഫീൽഡിലുള്ള 55 ആയുള്ളൂ, നമ്മളെപ്പോലെ എന്നും പൊതുരംഗത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അത്തരം പദവികൾ ലഭിക്കുക എന്ന് പറയുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ ഉടനെ ഒരു ഗവർണർ ആവണമെന്ന് പാർട്ടി തീരുമാനിച്ച് ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും. പക്ഷേ എൻ്റെ ആഗ്രഹം ഒരു പദവിയും ഇല്ലെങ്കിലും ഇതേപോലെ സമൂഹത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ ഒരാവശ്യം വന്നാൽ ഓടിയെത്താൻ, ഒരു പ്രശ്നം വന്നാൽ സമീപിക്കാൻ, ഒരു സമരം വന്നാൽ ഏറ്റെടുക്കാൻ, അതിനെയൊക്കെയാണ് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം പിന്നെ അവരിപ്പോൾ തീരുമാനിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം ഇവിടെ തന്നെ സാധാരണ പ്രവർത്തകനായി, പാർട്ടിക്കാരനായിട്ട് പ്രവർത്തിക്കാനാണ്. നന്ദി ശ്രീ സുരേന്ദ്രൻ. നമുക്ക് സദസ്സിൻ്റെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൂടി. സുരേന്ദ്രൻ പക്ഷേ കേൾക്കാമല്ലോ അല്ലേ? പിന്നെ ഞാൻ ഷാനവാസ്. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് BJP ആണ്. UDF LDF അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻഫർമേഷൻ. ഒരുപാട് വികസനം കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് പറ്റുന്നുമില്ല, അല്ലെങ്കിൽ പറ്റപ്പെടുന്നില്ല, തീർച്ചയായും സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ പവർ എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാകുമ്പോൾ ഇലക്ഷനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ കൂടി ഇതിനകത്ത് നടത്താൻ പറ്റുക. കാരണം നിങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉള്ള സൗഹൃദമായിട്ട് തോളി കയറ്റി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഇത്രയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിക്കടിക്കാൻ നിൽക്കുന്നത്. വികസനം മുന്നിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ഒക്കെ ചെയ്തുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര സാധ്യതകളുണ്ട്, അതാണ് ആദ്യം ചോദിക്കാൻ വന്നത്. അല്ല, അത് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കടുംപിടുത്തവും ഇല്ല. കടുംപിടുത്തം ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ പറയാം ഒരു ഉദാഹരണം. കൂടംകുളം വൈദ്യുതി പദ്ധതി, താങ്കൾ കേരളത്തിൻ്റെ വികസനമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. 16 വർഷമാണ് ആ പദ്ധതി അവതാളത്തിലാക്കിയത്. VS അച്യുതാനന്ദൻ എനിക്കിഷ്ടമുള്ള നേതാവാണ്, നിങ്ങളൊക്കെ ആദരിക്കുന്ന, എല്ലാവരും ആദരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ആ മനുഷ്യൻ ചെയ്ത ദ്രോഹം ചെറുതല്ല.
16 വർഷം കൂടംകുളം വൈദ്യുത പദ്ധതി അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞ് ആ സമ്മർദ്ദത്തിൽ പിന്നീട് വന്ന കോൺഗ്രസും എല്ലാം അത് മുടക്കി. ഇപ്പം പാസ്സായി, ഇപ്പം ശരിയായി. കേരളത്തിൻ്റെ ഇന്നത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പകുതി പരിഹാരമായത് അതാണ്. 2250 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ്റാണ്, ഒറ്റ പൈസ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചിലവില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ബാധിക്കും, ആരോട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെയാണ് കടുംപിടുത്തവും വാശിയും. ഞങ്ങൾക്കൊന്നുമില്ല. സെൻട്രൽ ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എവിടെയാണ് ഇവർ കുറേ വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുകയാണ്. അതായത് ഞങ്ങളെ പിടിച്ചു വെക്കുന്നു, ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം തരുന്നില്ല. 2004 മുതൽ 14 വരെയുള്ള ഷെയറും 2014 മുതൽ 26 വരെ 25 വരെയുള്ള ഷെയറും നിങ്ങൾ നോക്കിയാൽ കേരളത്തിന് 5 ഇരട്ടി വീതം കിട്ടിയിട്ടുണ്ട്. വെറും വ്യാജ പ്രചരണങ്ങളാണ്. ഇനി റവന്യൂ ഡെഫിസിറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രാൻഡ് കൊടുത്തിരുന്നു. അതായത് എങ്ങനെയാണത് വന്നത്? ഇവർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും മാത്രമേ ഉള്ളൂ കാശ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ല. ആകെ 10 സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ അങ്ങനെയുള്ളൂ. റവന്യൂ വരുമാനത്തിൻ്റെ 60%-ലധികവും ശമ്പളവും പെൻഷനും കൊടുക്കുന്ന സ്റ്റേറ്റാണിത്. അവർക്കുള്ള ഗ്രാൻഡ് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിരിക്കുന്നു. റെയിൽവേ ബജറ്റ് 300 to 400 ആണ് പെർ ആനം കോൺഗ്രസ് ഭരിക്കുമ്പോൾ. ഇപ്പം 3500-4000 കോടിയാണ്. ഞാനതിൽ മനോരമയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. റെയിൽവേ ബജറ്റിനെ കുറിച്ച് കഴിഞ്ഞ റെയിൽവേ ബജറ്റ് വന്നപ്പോൾ മനോരമ കൃത്യമായിട്ട് കേരളത്തിന് കിട്ടിയ ഷെയർ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ 3000-3500 കോടി കിട്ടുകയാണ്. 350-400 കോടി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്താണ്. രാജ്യം വികസിച്ചിട്ടുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല. പക്ഷേ കേരളത്തെ അവഗണിക്കുന്നു. വികസന കാര്യത്തിൽ ഒരു വികസന കാര്യത്തിലും കേരളത്തെ അവഗണിക്കുന്നില്ല. ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത്? ഏത് മേഖലയിലാണ് കേരള സർക്കാർ ഇപ്പോൾ അതിദാരിദ്ര്യമുക്തമായി എന്ന് പറഞ്ഞു? നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് കൊട്ടിപ്പാടി അതിദാരിദ്ര്യമുക്തമായി. ശരിയാണ്, ആധാർ കാർഡ് കിട്ടി, ഐഡൻറ്റിറ്റി കാർഡ് കിട്ടി, ലൈസൻസ് കിട്ടി. ഞാൻ അവരുടെ പാരാമീറ്റേഴ്സിൽ 7 എണ്ണത്തിൽ ഞാൻ പറയാം. വീടില്ലാത്തവർ, ഒരാൾ അതിദാരിദ്ര്യമുക്തമാവുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു കിടപ്പാടമല്ലേ? നിങ്ങൾ ഈ പറയുന്ന സുഭാഷ് പാർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒരു 100 മീറ്റർ നടന്നാൽ നിങ്ങൾക്ക് അത്തരം ആളുകളെ കാണാം. ടാർപോളിൻ വിരിച്ച് ഇന്നും കിടക്കുന്ന ആളുകളെ. എന്ത് അതിദാരിദ്ര്യമുക്തമായി എന്നാണ് പറയുന്നത്? ശൗചാലയങ്ങൾ നിങ്ങൾ മോദി കക്കൂസ് ഉണ്ടാക്കാൻ നടക്കുമായിരുന്നു തന്നെ. കുറേ ദിവസമൊന്നും ഞങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ പോകാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ ഈ അൽഫോൺസ് കണ്ണന്താനം എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. സർ, കേരളത്തിൽ 2 ലക്ഷം കക്കൂസ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കക്കൂസ് വേണ്ട, ഇത് വെളിയുടെ വിസർജന മുക്ത സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന സ്റ്റേറ്റിലാണ്. ബാലൻ മന്ത്രിയായിരിക്കുമ്പോൾ സമ്പൂർണ്ണ വൈദ്യുതി മുക്ത വൈദ്യുതി സംസ്ഥാനമായി. ഞാൻ കാണിച്ചു തരാം, എൻ്റെ കൂടെ വന്നാൽ. ഞാൻ വയനാട്ടിൽ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ ഞാൻ നിലമ്പൂരിലെയും വയനാട്ടിലെയും പല കോളനികളിലും ചെന്ന് വീടുകളിൽ ചെന്ന് കറണ്ട് ഇല്ലാത്ത വീടുകൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടൊപ്പം വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരും കണ്ടിട്ടുണ്ട്, CPM-മാരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വെറും ബടായിയാണ്. ഞങ്ങൾ അസലായിട്ട് സഹായിക്കുന്നുണ്ട്. ആ സഹായിക്കുന്നത് കൊണ്ടാണ് അല്പമെങ്കിലും കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. ഓരോ മേഖലയും തിരിച്ച് എന്നോട് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്, എവിടെ എന്തിനെല്ലാം കേന്ദ്രം സഹായിച്ചു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല മുന്നേറ്റം ഉണ്ടാവും. കാരണം ഞങ്ങളുടെ പാർട്ടി 20% വോട്ടിലെത്തി. ആ 5500 വാർഡുകളിൽ ഞങ്ങൾ നിർണായക ശക്തിയായിട്ട് ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ഒരു ചോദ്യമൊന്നല്ല ചോദിക്കാനുള്ളത്. നിങ്ങളിവിടെ പറയുണ്ടായി ലെനിൻ്റെ ആശയങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മാർക്സിൻ്റെ ആശയങ്ങൾ വിശ്വസിക്കുന്ന, ചെഗുവേരയുടെ ആശയങ്ങൾ വിശ്വസിക്കുന്ന പുതുതലമുറ ഇവിടെ ഇല്ല, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന്. ഇത് നിങ്ങൾ മറന്നുപോയൊരു സാധനമാണ്. യഥാർത്ഥത്തിൽ മറന്നുപോയതല്ല. അതായത് നിങ്ങൾ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് സർവകലാശാലകളിൽ ജാതി പറയുമ്പോൾ മതം പറയുമ്പോൾ പട്ടിണി കിടക്കുന്ന ആളുകളെ മറച്ച് വെച്ചുകൊണ്ട് ദാർപ്പായിട്ട് ഷീറ്റിട്ട് മറച്ച് വെക്കുന്ന, അതേപോലെ അമ്പലങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായിട്ടും മതപരമായിട്ടും വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ സർവകലാശാലകളിൽ മതം കലർത്തുന്ന, എല്ലാ കാലം കൊണ്ടും ഭക്ഷണത്തിൻ്റെ പേരിലും വസ്ത്രത്തിൻ്റെ പേരിലൊക്കെ നിരന്തരമായി വർഗീയത ഉണ്ടാക്കുന്ന ഒരു സ്ഥലങ്ങളിൽ അവിടെ പ്രതിഷേധിക്കാൻ, ശബ്ദം ഉയർത്താൻ ഈ ലെനിനെയും ചെഗുവേരയൊക്കെ വിശ്വസിക്കുന്ന പുതിയ തലമുറ ഉണ്ടായിട്ടുണ്ട്, ഇനിയും വളർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു കാര്യമില്ല. കാരണം ലെഫ്റ്റിൻ്റെ സ്വാധീനം കുട്ടിയിരിക്കും. നല്ല ചോദ്യമാണ്, ആശയപരമായ ചോദ്യങ്ങൾ.
കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ലെഫ്റ്റിന് എന്ത് സംഭവിച്ചു, BJP ഐഡിയോളജിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. കേരളത്തിലല്ലാതെ ഇന്ന് ഇന്ത്യയിൽ ഒരിടത്തും ലെഫ്റ്റിന് ജനകീയമായിട്ടുള്ള സ്വാധീനമില്ല. ഇവിടെ അധികാരത്തിലുള്ളത് കൊണ്ട് ക്യാമ്പസുകളിൽ കുറച്ച് SFIക്കാരുണ്ടെന്ന് ഒഴിച്ചാൽ ഇന്ത്യയിൽ ഒരിടത്തും ലെഫ്റ്റിന് ഒരു സ്വാധീനവുമില്ല. തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ലെഫ്റ്റിന് ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷം AK ഗോപാലനായിരുന്നു, അല്ലേ? 12 സംസ്ഥാനങ്ങളിൽ നിന്ന് MP മാരുണ്ടായിരുന്നു. ഇന്ന് ബീഹാറിൽ 0.35% വോട്ടാണ് CPIക്കും CPM-നും ചേർന്ന് കിട്ടി. അതിനേക്കാൾ കൂടുതൽ മറ്റവർ കിട്ടിയിട്ടുണ്ട് CPI-ML. ഇന്ത്യയിൽ ഒരിടത്തും ലെഫ്റ്റില്ല. ലെഫ്റ്റ് ഉട്ടോപ്യനായിട്ടുള്ള ചിന്താഗതിയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. വികസന വിരോധികളാണ്. അവർ എവിടെയെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പട്ടിണിയും ദാരിദ്ര്യവും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ. എന്നാൽ നേതാക്കന്മാർ മുഴുവൻ പണക്കാരായി. എൻ്റെ കൊച്ചു സഹോദരിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ചെഷസ്ക്യൂ എന്ന് പറയുന്നൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. റുമാനിയയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ചരിത്രം അറിയുന്നവർക്കറിയാം. ആ ചൗഷസ്ക്യൂവിനെ ജനങ്ങൾ വെടിവെച്ചു കൊല്ലായിരുന്നു. പട്ടാളക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ വെടിവെച്ചു. എന്തെന്നറിയോ, ആ റുമാനിയയിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് നരകിച്ച് മരിക്കുമ്പം റുമാനിയൻ പ്രസിഡന്റ് ചൗഷസ്ക്യൂ സ്വർണത്തിൻ്റെ ക്ലോസറ്റിലായിരുന്നു മലമൂത്ര വിസർജനം നടത്തിയിരുന്നത്. സ്വർണ്ണ ടാപ്പുകളിലെ വെള്ളം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തെ അവസാനം ജനങ്ങൾ വെടിവെച്ചു കൊല്ലിയായിരുന്നു. ഇതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് മനുഷ്യനെ കബളിപ്പിക്കുന്ന, ഇത്രയും ഹിപ്പോക്രസിയുള്ള വേറൊരു സിദ്ധാന്തമില്ല. പാവപ്പെട്ടവൻ്റെ പേര് പറഞ്ഞ ആളുകളെ കൂട്ടക്കൊല ചെയ്ത്, കോടാനുകൂടി ആളുകളെ കൂട്ടക്കൊല ചെയ്ത് അവർ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങളെല്ലാം തകർന്നു. അവശേഷിക്കുന്ന ഒരേ ഒരു കനൽ കേരളത്തിലാണ്. അതിനെ ഞങ്ങൾ തകർത്താടി ആ കനൽ കെടുത്തിയിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ആ കനലും കൂടി കെടുത്തി അറബിക്കടലിൽ അതിൻ്റെ ചാരത്തിൽ മുക്കിയിട്ട് ഞങ്ങൾ പോകുള്ളൂ. കാരണം ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം വേറെയില്ല. അവരാണ് ഈ രാജ്യം മുഴുവൻ തകർത്തത്. ബംഗാളിൽ എന്താണ് അവരുടെ അവസ്ഥ? ഏത് സ്റ്റേറ്റിലാണ് അവരുള്ളത്? ഒരു സ്റ്റേറ്റിലും ഇല്ല. കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. കേരളത്തിലെ സർവകലാശാലയുടെ ഒരു VC ഗവർണർക്ക് എഴുതി കൊടുത്ത ഒരു കത്തിൻ്റെ കൈപ്പട മനോരമയിലടക്കം പ്രസിദ്ധീകരിച്ചിരുന്നു, വൈസ് ചാൻസലർ. അതുകൊണ്ട് ഇന്ത്യൻ മറ്റ് സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളുടെ നിലവാരവും കേരളത്തിലെ സർവകലാശാലയുടെ നിലവാരമൊന്നും ആരും ചോദ്യം ചെയ്യേണ്ട. കേരളത്തിൽ ഉണ്ടായിരുന്നു. അന്ന് വാഴക്കൊലിയൊന്നും ഉണ്ടായിരുന്നില്ല, ചങ്ങമ്പുഴയൊന്നും ഉണ്ടായിരുന്നില്ല, വൈലോപ്പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സർവകലാശാലകളെ മുഴുവൻ നിങ്ങൾ SFIയും അവരുടെ ക്രിമിനൽ സംഘങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി. ഞങ്ങൾ വേണ്ടി വന്നു അവിടെ ശ്വാസം വിടാൻ. ഇന്ന് സർവകലാശാലകളുടെ നിയന്ത്രണം SFIയുടെയും അതുപോലത്തെ ഗുണ്ടാ ശക്തിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു. സിൻഡിക്കേറ്റുകളിൽ ശുദ്ധവായു വന്നു. സെനറ്റുകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു വന്നു. അത് ഇനിയും വരും. അത് JNUവിനെ പൊളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള സർവകലാശാലയും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും തകർക്കാൻ ഞങ്ങൾക്ക് അധികം അവരുടെ ഈ ഗുണ്ടായിസം തകർക്കാൻ അധികം സമയം വേണ്ട എന്ന് ഞാൻ വളരെ വിനയത്തോടെ എൻ്റെ കൊച്ചു സഹോദരി ഓർമ്മിപ്പിക്കാം. താങ്കൾ SDPIയും ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ ഫണ്ടും കേരളത്തിന് വലിയ ത്രെറ്റാന്ന് പറയുന്നു. അതെ. പക്ഷേ നമ്മുടെ ഇലക്ഷനുകളിൽ അവരുടെ കാൻഡിഡേറ്റുകൾക്ക് മുസ്ലിം ഭൂരിപക്ഷ ഏരിയയിൽ പോലും എത്ര വോട്ട് കിട്ടുന്നുണ്ട്? 1000 അല്ലെങ്കിൽ 2000. പിന്നെ എന്തിനാ അവരെ കൂട്ടുപിടിക്കുന്നത്? അല്ല, അതെനിക്ക് മനസ്സിലാവാത്തത്. താങ്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് മുസ്ലിം ഭൂരിപക്ഷ ഏരിയയിലെങ്കിലും വോട്ടുകൾ കിട്ടണ്ടേ? അല്ല സാർ, ഞാൻ പറഞ്ഞതല്ല. SDPIയും വെൽഫെയർ പാർട്ടിയും UDFൻ്റെ കൂടെയാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിത് പിന്നെ അവർക്ക് എത്ര വോട്ടിടുന്നത് എനിക്ക് നോക്കണ്ടല്ലേ? എന്തിനാ അവരെ കൂട്ടുപിടിക്കുന്നത്? അല്ലെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെന്തിന് കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നു? അല്ല, എന്തിനാണെന്ന് സ്വദേശിനോട് ചോദിച്ചപ്പോഴേ, എന്തിനാണ് നിങ്ങൾ 1000 വോട്ടേ ഉള്ളെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ കൂട്ടുപിടിക്കുന്നത് ചോദിച്ചപ്പോഴേ? എന്നോടല്ല ചോദിക്കേണ്ടത്. ഞങ്ങൾ അവരെ കൂട്ടുപിടിക്കുന്നില്ല, കൂട്ടുപിടിക്കുന്നുണ്ട് ഇവിടെ. അത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞു. പക്ഷേ കോൺഗ്രസിനും മാസ്റ്റർ പാർട്ടിക്കും BJPക്കും അവർ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് 1000 2000 വോട്ടാണ് കിട്ടുന്നത്. അല്ല സാർ, ഞാൻ പറഞ്ഞത് അവരൊറ്റക്ക് നിർത്തുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചല്ല. അവർ സഖ്യത്തിൽ UDFുമായി ചേർന്ന് ഭരിക്കുന്നതിനെ കുറിച്ചാണ്, സഖ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അതെന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അത് അപകടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കാൻഡിഡേറ്റ്സിനെ നിർത്തായിരുന്നാൽ പോരെ? അതിനവരോടല്ലേ മറുപടി പറയണ്ടത്. ഒറ്റ ചോദ്യമുള്ളൂ. മിനിങ്ങാന്ന് രാജീവ് ചന്ദ്ര സാറിൻ്റെ മീറ്റിംഗ് കണ്ടിരുന്നു. നിങ്ങളെല്ലാം കാണാറുണ്ട്, നമ്മൾ കോട്ടയത്ത് വെച്ച് കണ്ടിട്ടുമുണ്ട്. ചോദ്യം ഇതാണ്: കേരളത്തിലെ യുവാക്കൾ
ഇവിടുന്ന് വിട്ടു പോകുന്നു. അത് ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമാണ്. പക്ഷേ കേരളത്തിലെ യുവാക്കൾ കേരളം വിട്ടല്ല പോകുന്നത്, ഇന്ത്യ വിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട്? അല്ല, അത് നമ്മളെ ഒരു എന്താ പറയുക, ഇന്ത്യ ഇപ്പോൾ ഏത് മേഖലയിലാണ് അവസരങ്ങളില്ലാത്തത്? ഇന്ത്യ ചൈനയുമായിട്ട് നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്ക്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ത്യയിൽ നല്ല അവസരങ്ങളുണ്ട്. അത് ഇവിടുന്ന് ആളുകൾ ഗൾഫിലേക്കാണ് അധികം പോകുന്നത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടുന്ന് എന്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുന്നതിന് പകരം ഇവർ ഇന്ത്യയിലേക്കല്ല പോകുന്നതെന്ന് പറയുന്നത് ശരിയല്ല. ഇവിടുന്ന് എന്തുകൊണ്ടാണോ ഇത്രയും നമ്പർ 1 കേരളം ഇത് കേരളമാണെന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അവിടെ പോകുന്നത്? ഇവിടെ എന്താ അവസരമുള്ളത്? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഈറോഡ് പോയി. ഈറോഡ് മുതൽ കോയമ്പത്തൂർ വരെ നിങ്ങളൊന്ന് പോയി നോക്കണം സാർ. ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ കാർ കമ്പനികളുടെയും മാനുഫാക്ചറിങ് യൂണിറ്റുകൾ റോഡിൻ്റെ ആ സൈഡും ഈ സൈഡും. ഇവിടെ എന്താ ഉള്ളത്? നിങ്ങൾ കൊച്ചിക്കാരനാണല്ലോ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ. എന്ത് വികസനമാണ് ഇവിടെ ഉള്ളത്? ആരാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ലോക കേരള സഭ നടത്തുന്നു, നമ്മൾ ജിമ്മ് നടത്തുന്നു, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുന്നു. ആരാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സർക്കാരുകൾ മാറി മാറി ഭരിച്ച് ശ്രമിച്ചിട്ട് ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത്? നമ്മൾ കാണേണ്ടത് എന്താണ്? ഇത്രയും നല്ല തലച്ചോറ്, ബ്രെയിൻ ഡ്രെയിൻ ഉള്ള ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല സർ. അൺഎംപ്ലോയ്മെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ് ആശ്വസിക്കുന്നത് പിന്നെ അതിഥി തൊഴിലാളികൾ ധാരാളം വരുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞ അതിനെക്കുറിച്ചല്ല. കേരളത്തിന് ഈ അവസരം മതിയോ? കേരളം ഇങ്ങനെ ആയാൽ മതിയോ? കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് ഇതാണോ? അതിന് ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. അതിൻ്റെ കാരണം ഒരു വിഷണറി ലീഡർഷിപ്പ് ഇവിടെ ഇല്ല. ടു ബി ഫ്രാങ്ക്, കരുണാകരൻ കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു സർക്കാർ, ഒരു മുഖ്യമന്ത്രിയും അവർ മുഴുവൻ ഈ പ്രത്യയശാസ്ത്ര ദാർഢ്യത്തിൻ്റെ മറവിൽ കുറേ വർത്തമാനങ്ങൾ പറയല്ലാതെ ഒരു വികസനം അവർ കൊണ്ടുവന്നിട്ടില്ല. അതാണ് സത്യം. നിങ്ങൾ ചന്ദ്രബാബു നായിഡുവിനെ ഒന്ന് കണ്ടുപിടിക്കുക, നിങ്ങൾ SM കൃഷ്ണയെ ഒന്ന് കണ്ടുപിടിക്കുക, നിങ്ങൾ യെദ്യൂരപ്പയെ ഒന്ന് കണ്ടുപിടിക്കുക. ഈവൻ സ്റ്റാലിൻ, എനിക്ക് അഭിപ്രായമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ സ്റ്റാലിൻ അവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇവിടെ എന്താ ഉള്ളത്? കുറേ മുദ്രാവാക്യം വിളിയല്ലാതെ ഒന്നുമില്ല.